വിവിധ വിഷയങ്ങളെ സംവാദാത്മകമായി പരിശോധിക്കുന്ന ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലകളും അതിൻ്റെ ഇപ്പോഴത്തെ തെളിയുന്ന യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചുമാണ്. അസ്ഥികൂടം കണ്ടെടുത്തിരിക്കുന്നു. 6-ാം പോയിന്റിൽ നിന്ന് കിട്ടിയ അസ്ഥികൂടം മനുഷ്യൻ്റേതാണ്. നമുക്ക് വിശദമായ റിപ്പോർട്ടിലേക്ക് പോകാം. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലകൾ. ധർമ്മസ്ഥലയിലെ പരിശോധനയിൽ നിർണായക കണ്ടെത്തൽ. നേത്രാവതി സ്നാനഘട്ടത്തിനടുത്തുള്ള 6-ാമത്തെ പോയിന്റിൽ നിന്ന് അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. തലയോട്ടി ഒഴികെയുള്ള ഭാഗമാണ് കണ്ടെത്തിയത്. മനുഷ്യൻ്റേതാണ് അസ്ഥികൾ എന്ന് തെളിഞ്ഞിരിക്കുന്നു. നേരത്തെ കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന നിർണായകമായ പല വിധത്തിലുള്ള വെളിപ്പെടുത്തലുകളുടെ സ്ഥിരീകരണം കൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യമാകുന്ന നിമിഷമാണിത്. സിജു കണ്ണൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി ചേരുകയാണ്. സിജു കണ്ണൻ, ഇന്ന് കണ്ടെടുത്തിയ അസ്ഥികൂടം എവിടെ നിന്നാണ്? അത് ഉൾക്കാട്ടിൽ നിന്നാണോ? ഈ 6-ാം പോയിന്റ് എവിടെയാണ്? കണ്ടെത്തിയ അസ്ഥികൂടം ഒരാളുടേതാണോ? എന്തൊക്കെ പ്രാഥമിക നിഗമനങ്ങളാണ്? മനുഷ്യൻ്റേതാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ അന്വേഷണ സംഘം ധർമ്മസ്ഥലയിലെത്തി മുഖ്യ സാക്ഷിയുമായി പ്രദേശത്ത് പരിശോധനകൾ തുടങ്ങിയിട്ട് 4-ാം ദിവസം എത്തി നിൽക്കുകയാണ്. ഈ 4-ാം ദിവസത്തെ പരിശോധനയിലാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, തെളിവുകൾ ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. നേത്രാവതി പുഴയ്ക്കടുത്ത് നേത്രാവതി സ്നാനഘട്ടത്തിന് തൊട്ട് അടുത്തായുള്ള 6-ാമത്തെ പോയിന്റിൽ നിന്നാണ് വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ലഭ്യമാകുന്നത്. നേരത്തെ 5 സ്ഥലങ്ങളിൽ ഈ നേത്രാവതി സ്നാനഘട്ടത്തിന് തൊട്ടടുത്തുള്ള ഭാഗങ്ങളിൽ പരിശോധന നടത്തിയിട്ടും ഒന്നും കിട്ടിയില്ല എന്ന വിവരമാണ് ലഭ്യമായത്. കനത്ത സുരക്ഷയിൽ മാധ്യമങ്ങൾക്കടക്കം പ്രവേശനത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിശോധനകളെല്ലാം നടത്തുന്നത്. എന്നാൽ 6-ാമത്തെ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ കുഴിയെടുത്ത് പരിശോധിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നു. മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങൾ, അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമായി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം. ഇത് ഔദ്യോഗികമായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണെന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഈ ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. 2003 കാണാതായ അനന്യ ഭട്ട്, MBBS വിദ്യാർത്ഥിയുടെ അമ്മ സുജാത ഭട്ടിന്റെ അഭിഭാഷകനാണ് ഇക്കാര്യം ഈ 6-ാമത്തെ പോയിന്റിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ, മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന നിർണായക വിവരം മാധ്യമങ്ങളിലേക്ക് കൈമാറിയിരിക്കുന്നത്. അന്വേഷണ സംഘം ഏതായാലും ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തുവിടാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത് ഇത് ആരുടേതാണ് എന്നുൾപ്പെടെ കണ്ടെത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ കുഴിയെടുത്ത് പരിശോധന തുടങ്ങിയിട്ട് 3 ദിവസമായി. ഈ കുഴിയെടുത്ത് പരിശോധന നടത്തുന്നതിനൊപ്പം തന്നെ റവന്യൂ വകുപ്പ്, അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം തന്നെ സഹായത്തോടുകൂടി ഇവർ ഇപ്പോൾ ഒരു പരിശോധന നടത്തുന്നത് ഈ ധർമ്മസ്ഥലയിൽ കാണാതായ ആളുകൾ, കൊല്ലപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും എല്ലാം വിവരം ശേഖരിച്ച് വരികയാണ്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ മറ്റൊരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഇത് ആരുടേതാണ് എന്നുൾപ്പെടെ കണ്ടെത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ട തുടർ പരിശോധനകൾ ആവശ്യമായി വരുന്നു. ഏതായാലും ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർണായക തെളിവ് എന്ന രീതിയിൽ വേണം ഇതിനെ കാണാൻ. അന്വേഷണം വളരെ നിർണായകമായി മറ്റൊരു ഘട്ടത്തിൽ എത്തി എന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ. ഈ മാസം 3-നാണ് മുൻ ശുചീകരണ തൊഴിലാളി ഇങ്ങനെ ധർമ്മസ്ഥലയിൽ 1995-നും 2014-നും ഇടയിൽ നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന തരത്തിൽ, പലരും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടവരാണെന്ന തരത്തിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ആ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം 16 ദിവസത്തിന് ശേഷം രൂപീകരിച്ചു. അവരുടെ അന്വേഷണം തുടങ്ങിയ ഒരാഴ്ചക്കകമാണ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏതായാലും പരിശോധനകളിലേക്ക് കൂടുതൽ കാര്യക്ഷമമായി കടക്കുന്നതിനുള്ള ഒരു ഘട്ടം കൂടിയായി ഇതിനെ കാണേണ്ടി വരും. തീർച്ചയായും സിജു കണ്ണൻ, ഈ വിഷയം പുറത്തേക്കെത്തുന്നു. കൈരളി ന്യൂസ് ഇതിൻ്റെ നിർണായകമായ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുന്നു. സിജു കണ്ണൻ അവിടങ്ങളിലൂടെ യാത്ര നടത്തിയതാണ്. അതിൽ നിന്ന് ബോധ്യമായ പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതുമായി ചേർത്ത് വെക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ BJPയുടെ പ്രതിപക്ഷ നേതാവ് കർണാടകയിൽ പറഞ്ഞത് കേരളമാണ് ഇത്തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ, ധർമ്മസ്ഥലയെ അപമാനിക്കുന്ന തരത്തിൽ എന്നൊക്കെയുള്ള BJPയുടെ വാദങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലം, സിജു കണ്ണൻ കണ്ട കാര്യങ്ങൾ ഇപ്പോൾ അസ്ഥികൂടങ്ങളുടെ തെളിവുകളായി പുറത്തെത്തുന്നത്. മറ്റൊരു കാര്യം കൂടി സിജു കണ്ണൻ,
ഈ കിട്ടിയ അസ്ഥികൂടം സ്ത്രീയുടേതാണെന്ന് ബോധ്യമാകാൻ ഇനി പരിശോധനകൾ ആവശ്യമാണല്ലേ? അതുമായി ബന്ധപ്പെട്ട് തുടർ പരിശോധനകൾ ഏറെ നടക്കേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഫോറൻസിക് പരിശോധന. അതോടൊപ്പം തന്നെ ഇത് ആരുടേതാണ് എന്നുൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ശുചീകരണ തൊഴിലാളി നേരത്തെ വ്യക്തമാക്കിയത് നിരവധി പേരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു. അത് കുഴിച്ചിടാൻ നിർദ്ദേശം നൽകുന്നത് മറ്റു തലത്തിലുള്ള ആളുകളാണ്, വളരെ ഉന്നത സ്വാധീനമുള്ള ആളുകളാണ്. അപ്പോൾ ആരുടെ മൃതദേഹമാണ് കുഴിച്ചിട്ടത് എന്ന് പോലും ഈ ശുചീകരണ തൊഴിലാളിക്ക് അറിയില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം 11 വർഷത്തിന് ശേഷം അദ്ദേഹം മാനസികമായ സംഘർഷത്തെ തുടർന്ന് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തി രംഗത്ത് വരികയായിരുന്നു. അപ്പോൾ ഈ പല തിരോധാനവുമായി ബന്ധപ്പെട്ട കേസുകളും അന്വേഷിക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ കൂടി ശേഖരിച്ചാൽ മാത്രമേ ഇത് ആരുടേതാണ് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായ വിവരം ലഭ്യമാകൂ. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നത് ഈ കഴിഞ്ഞ 5 ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടക്കുമ്പോൾ ഒരു തരത്തിലുള്ള തെളിവുകളും ലഭ്യമായിട്ടില്ല എന്ന തരത്തിൽ ആണ് വിവരങ്ങൾ പുറത്തു വന്നത്. സ്വാഭാവികമായും ഈ സാക്ഷിയുടെ മൊഴി തെറ്റാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണോ ഇങ്ങനെ പ്രചാരണം നടത്തുന്നത് എന്ന തരത്തിൽ ചിന്തകൾ അതോടൊപ്പം തന്നെ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അസ്ഥികൂടാവശിഷ്ടങ്ങൾ, മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ സാക്ഷി പറഞ്ഞതിൽ കാര്യമുണ്ട്, വസ്തുതയുണ്ട്, വളരെ കൃത്യമായ കാര്യമാണ് പറഞ്ഞത് എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ ഇനി പരിശോധന നടത്താൻ നിലവിൽ സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ നിന്ന് 9 പോയിന്റുകൾ കൂടി ഇനിയുമുണ്ട്. നേത്രാവതി സ്നാനഘട്ടം കഴിഞ്ഞാൽ അവിടെ നേത്രാവതി സ്നാനഘട്ടത്തിനടുത്ത് 8 പോയിന്റുകളാണ് സാക്ഷി ചൂണ്ടിക്കാണിച്ചത്. 8 പോയിന്റിൽ ഇനിയും 2 പ്രധാനപ്പെട്ട ഭാഗം കൂടി പരിശോധന നടത്താനുണ്ട്. അതിനുശേഷം സംസ്ഥാന പാതയുടെ ഭാഗത്തായി 4 സ്ഥലങ്ങൾ കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ഉൾമേഖലയിലേക്ക് പോകുന്ന ഒരു റോഡിന്റെ വശത്ത് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അവസാന ഭാഗത്താണ് 2 സ്ഥലങ്ങൾ വനമേഖലയിൽ. ഇവിടെ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു. അതിൽ വിദ്യാർത്ഥിനികളുടെ അടക്കം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന തരത്തിലാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. അപ്പോൾ പരിശോധന തുടങ്ങിയിട്ടേയുള്ളൂ, പരിശോധനയിലെ തെളിവുകൾ പുറത്തു വന്നു തുടങ്ങിയിട്ടേയുള്ളൂ എന്ന രീതിയിൽ വേണം ഈ ഘട്ടത്തെ നമ്മൾ കാണാൻ. സിജു കണ്ണൻ അവിടെ കണ്ട യാഥാർത്ഥ്യങ്ങൾ, അവിടെയുടെ കൈരളി വാർത്താ സംഘം നടത്തിയ യാത്രയിൽ ബോധ്യമായ കാര്യങ്ങൾ, ഇപ്പോൾ കിട്ടിയ അസ്ഥികൂടത്തിൻ്റെ വിവരങ്ങൾ, ഇതൊക്കെയായി ചേർത്ത് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബോധ്യമാകുന്നത് ഈ ഘട്ടത്തിൽ സിജു കണ്ണൻ? നമുക്ക് ഈ സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അനീതികളും പ്രശ്നങ്ങളും അവിടെ നേരിടേണ്ടി വന്ന മനുഷ്യർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ അവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരു കുടുംബവുമായി സംസാരിക്കാൻ കഴിഞ്ഞു. നിരവധി കുടിയേറ്റ മലയാളികളുള്ള ഒരു മേഖലയാണിത്. ഈ പ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിയ ഒരു മലയാളി കുടുംബം പത്മലതയുടെ കുടുംബത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പത്മലത 1986 കൊല്ലപ്പെടുന്നത്. 17 വയസ്സുകാരിയായ ഒരു വിദ്യാർത്ഥിയായിരുന്നു പത്മലതയുടെ അച്ഛൻ ദേവാനന്ദ് ആ പ്രദേശത്തെ CPIM-ന്റെ നേതാവായിരുന്നു. CPM നേതാവായിരുന്ന ദേവാനന്ദ് നിരവധി കുടിയിറക്കലുകൾക്കെതിരെ വലിയ പ്രക്ഷോഭം ആദിവാസികളടക്കം സംഘടിപ്പിച്ച് അവിടെ നടത്തുന്നു. അതിന് പിന്നാലെ തന്നെ ഇവിടെയുള്ള പഞ്ചായത്തിലേക്ക് ഒരു വാർഡിലേക്ക് മത്സരരംഗത്ത് വരുന്നതിന് പിന്നാലെയാണ് പത്മലതയെ ഇവിടെ നിന്ന് കാണാതാകുന്നത്. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ വലിയ സമ്മർദ്ദം ഉന്നതരിൽ നിന്നുണ്ടാകുന്നു. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചെങ്കിലും പത്മലതയെ കണ്ടെത്താനായില്ല. CPIM ഉൾപ്പെടെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു പത്മലതയുടേത്. പിന്നീട് CID ഉൾപ്പെടെ അന്വേഷണം നടത്തി രംഗത്ത് വന്നെങ്കിലും തെളിയാത്ത ഒരു കേസായി പത്മലതയുടെ കൊലപാതകം മാറി. ഒരുപക്ഷെ ധർമ്മസ്ഥലയിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കുമ്പോൾ ഈ പത്മലതയുടെ കൊലപാതകത്തിൽ നിന്നാണ് പ്രക്ഷോഭങ്ങളുടെ ഒരു തുടക്കം. ആ പ്രക്ഷോഭം നയിച്ചത് CPM ആണ്. അന്ന് തൊട്ടിങ്ങോട്ട് ദുരൂഹമരണങ്ങൾ നിരവധി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ഒരു പത്മലതയുടെ മരണം മാത്രമല്ല, അതിനു മുമ്പും ഇങ്ങനെ നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്ന തരത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ 2012 ഉയർന്നു വന്ന വലിയൊരു പ്രശ്നം, സൗജന്യ എന്ന ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കോളേജിൽ നിന്ന് മടങ്ങി വരുമ്പോൾ കാണാതാകുന്നു. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിലയിൽ പിറ്റേ ദിവസം മൃതദേഹം കണ്ടെത്തുന്നു. സൗജന്യയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും CPIM മംഗലാപുരത്തും വെൽത്തങ്ങാടിയിലും ഗുജറയിലുമെല്ലാം തന്നെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രക്ഷോഭം പിന്നീട് വലിയ ഒരു ജനകീയ രൂപം കൈവരിച്ചുകൊണ്ട് വരികയും ആക്ഷൻ കമ്മിറ്റി അടക്കം രൂപീകരിച്ച് പ്രവർത്തനം നടത്തുകയും ചെയ്തു. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം തുടർച്ചയായാണ് ഇപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി മനുഷ്യരുമായി സംസാരിക്കാൻ പറ്റി, നിരവധി കുടുംബങ്ങളുമായി സംസാരിക്കാൻ പറ്റി. അതിനിടയിൽ
നമുക്ക് പ്രത്യേകം കൊടുക്കാൻ കഴിഞ്ഞ ഒരു വാർത്ത. 2009 ഒരു പെൺകുട്ടിയെ അതിക്രമത്തിനിരയാകുന്നത് നേരിട്ട് മലയാളിയായ ഒരു ടിപ്പർ ലോറി ഡ്രൈവർ കണ്ടു. പക്ഷേ നിരവധി ആളുകൾ ഭയപ്പെടുത്തിയതിനാൽ ആ സമയത്ത് പോലീസിനോട് ഒന്നും വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. 3 ദിവസങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടിയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം തൊട്ടടുത്തുള്ള പുഴയിൽ നിന്ന് ലഭിക്കുന്നു. ഇങ്ങനെ ദുരൂഹ മരണങ്ങളുടെ ഒരു സ്ഥലമായി ഈ മേഖല മാറിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിൽ നിരവധി ആരോപണങ്ങളും പരാതികളുമാണ് നമുക്ക് അവിടെ നിന്ന് നിരവധി മനുഷ്യരിലൂടെ കേൾക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ സ്ഥലം സ്വന്തമായുള്ള സ്ഥലം തട്ടിയെടുക്കുന്നതിന് വേണ്ടി പലരെയും കൊലപ്പെടുത്തുന്ന തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടി വന്നു. നിരവധി മനുഷ്യരുമായി സംസാരിക്കേണ്ടി വന്നു. ഏതായാലും വലിയ നീതി നിഷേധം ആ ഭാഗത്തുള്ള മനുഷ്യർക്ക് ആ സമയത്ത് നേരിടേണ്ടി വന്നു എന്ന തരത്തിൽ വലിയ പരാതികൾ വരുന്നു. അതിന് പിന്നാലെയാണ് ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ഈ ശുചീകരണ തൊഴിലാളി നടത്തിയത്. നിരവധി കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് നേരിട്ട് കാണാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാനും സാധിച്ചത്. നിഷാദ്, തീർച്ചയായും സിജു കണ്ണൻ, ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ 6ാം പോയിന്റിൽ നിന്ന് ഈ 4ാമത്തെ ദിവസം നടത്തുന്ന മണ്ണുമാന്തിയുള്ള പരിശോധനയിൽ വിവരങ്ങൾ ബോധ്യമാകുന്നു. ഈ ശുചീകരണ തൊഴിലാളിയെ പ്രത്യേക മറവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും ബോധ്യമാകാത്ത തരത്തിലാണ് അവിടെ എത്തിക്കുന്നതും ഈ തെളിവെടുപ്പുകളിലേക്കൊക്കെ നയിക്കപ്പെടുന്നതും ആയ സാഹചര്യം സൃഷ്ടിക്കുന്നത്. അതിനുശേഷമാണ് ഏറ്റവും നിർണായകമായ ഇപ്പോഴത്തെ ഈ 4ാം ദിനത്തിലെ 6ാം പോയിന്റിലെ അസ്ഥികൾ ലഭ്യമാകുന്നത്. ഇനി അടുത്ത ഘട്ടം എന്തൊക്കെയാണ്? ഇനി പറഞ്ഞിരിക്കുന്ന, നേരത്തെ സിജു കണ്ണൻ അത് സൂചിപ്പിച്ചിരുന്നു, ഇനി പറഞ്ഞിരിക്കുന്ന എത്ര പോയിന്റുകളാണ് സംശയാസ്പദമായി മണ്ണും മാന്തി പരിശോധിക്കാനുള്ളത്? സിജു കണ്ണൻ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാകുന്നു. കാരണം ശുചീകരണ തൊഴിലാളി പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് അസ്ഥികൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതയുണ്ട്, വ്യക്തതയുണ്ട് എന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യക്ഷമമായ അന്വേഷണം ഇനി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും. നേത്രാവതി സ്നാനഘട്ടത്തിനടുത്തുള്ള 6ാമത്തെ പോയിന്റിലാണ് പരിശോധന നടത്തിയത്. സ്വാഭാവികമായും 6ാമത്തെ പോയിന്റിൽ നിന്ന് അസ്ഥികൂടാവശിഷ്ടങ്ങൾ കിട്ടിയത് കൊണ്ട് തന്നെ മറ്റ് പോയിന്റുകളിൽ കൂടുതൽ സൂക്ഷ്മമായ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പരിശോധിച്ച ഭാഗങ്ങളിൽ ആദ്യഘട്ടത്തിൽ മനുഷ്യാധ്വാനം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ഭാഗത്ത് കുഴിയെടുത്ത് പരിശോധന നടത്തിയതെങ്കിൽ പിന്നീട് ചെറിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. നേത്രാവതി സ്നാനഘട്ടത്തിനടുത്ത് 2 പോയിന്റുകൾ കൂടി ഇനി ബാക്കിയുണ്ട്. അവിടെ കൂടി പരിശോധന നടത്തും. അതിനുശേഷം സംസ്ഥാന പാതയുടെ വശത്തുള്ള 4 പോയിന്റുകളിലും പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു റോഡിനടുത്തുള്ള ചെറിയ പോയിന്റിനകത്തും പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഏറ്റവും അവസാന ഘട്ടത്തിലായിരിക്കും കല്ലേരി വനമേഖലയാകുമ്പോൾ സ്വാഭാവികമായും അവിടെ പരിശോധന നടത്തുന്നതിന് മറ്റനുമതികളുടെ ആവശ്യമുണ്ട്. അത്തരം പരിശോധനകളിലേക്ക് കടക്കണമെങ്കിൽ അവസാന ഘട്ടം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ഈ മൃതദേഹങ്ങളുടെ ഈ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളുടെ ഒരു ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അത്തരം പരിശോധനകളിലേക്ക് കടക്കും. ആരുടേതാണെന്ന് കണ്ടെത്തണമെങ്കിൽ മറ്റ് കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, പരാതികൾ വളരെ കുറഞ്ഞ രീതിയിലാണ് പരാതികളുമായി ആളുകൾ രംഗത്ത് വന്നത്. സൗജന്യയുടെ കുടുംബം, അങ്ങനെ അനന്യാഭത്തിന്റെ കുടുംബം. പക്ഷേ ഈ മൃതദേഹങ്ങൾ ആരുടേതെന്ന് കണ്ടെത്തണമെങ്കിൽ ഈ ഭാഗത്തുള്ള തിരോധാന കേസുകൾ, കൊലപാതകങ്ങളെല്ലാം തന്നെ, തെളിയാത്ത കേസുകളെല്ലാം തന്നെ വീണ്ടും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അത്തരമൊരു അന്വേഷണ വഴി കൂടി സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഘട്ടത്തിൽ സാമൂഹ്യ നിരീക്ഷക കൂടിയായ ശ്രീമതി ധന്യാരാമൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ധന്യാരാമൻ, ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുന്നു, ഇത് ഇത്തരത്തിലൊരു ക്ഷേത്ര നഗരിയാണ്, അവിടെ ഇങ്ങനെ ചില ആസൂത്രണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വിവാദങ്ങളെന്നൊക്കെയാണ് പറഞ്ഞു മറയ്ക്കാൻ BJP അടക്കം ശ്രമിച്ചത്. ഇപ്പോഴിതാ 6ാം പോയിന്റിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തി. ഞങ്ങളുടെ കൈരളി വാർത്താ സംഘം അവിടെ യാത്ര നടത്തി അവിടുത്തെ വസ്തുതകൾ പലതും പുറം ലോകത്തെത്തിച്ചിരുന്നു. സിജു കണ്ണൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമുക്ക് ബോധ്യമായ കാര്യങ്ങളുടെ നിഗൂഢത, അതിൻ്റെ ചുരുളഴിയുന്നു ഈ ഘട്ടത്തിൽ എന്നുള്ളത് കൂടി ബോധ്യമാകുന്നു ഈ നിമിഷത്തിൽ. എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണേണ്ടത് ധന്യരാമൻ? ഞാൻ കാസർഗോഡ് ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പം ഞങ്ങളുടെ ഈ തൊട്ടടുത്ത സ്ഥലമാണ്. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് പൂർവിക ബന്ധമുണ്ടെന്നുള്ളതാണ്. എന്റെ കമ്മ്യൂണിറ്റി നൽകതായ ആയതുകൊണ്ട് ഉടുപ്പി, കുന്താപുരയാണ് ഞങ്ങളുടെ പൂർവികരൊക്കെ ഉള്ളത്. അപ്പൊ അതിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ ധർമ്മസ്ഥല. ഏറ്റവും കൂടുതൽ അയിത്തമുള്ള അവിടെ മനുഷ്യനൊന്നും ആ മനുഷ്യരായിട്ടൊന്നും കൺസിഡർ ചെയ്യാത്തൊരു ഇടമാണ്. എന്തുകൊണ്ട് ഈ ഹിന്ദുത്വ അജണ്ട ഇവർക്ക് നടപ്പിലാക്കാനായിട്ട് എളുപ്പം സാധിക്കുന്ന ഈ കർണാടക സ്റ്റേറ്റ് ആൾക്കാർക്ക് ഭയമാണ്. ഞങ്ങളുടെയൊക്കെ ആൾക്കാരെ കൊന്നിട്ട് നാവ് വരെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. എന്ത് ചെയ്താലും ഒരു പോലീസ് കേസ് പോലും രജിസ്റ്റർ ചെയ്യത്തില്ല. നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ള LSGDയിൽ നമുക്ക് എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും നമുക്ക് കയറി പോകാം, ഒരാവശ്യങ്ങൾ പറയാം.
ഞങ്ങളുടെ ആൾക്കാർ അവിടെയും പട്ടികജാതി വിഭാഗത്തിലുള്ളവരാണ്. പക്ഷെ ഒരിക്കലും ഒരു ജാതി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു ജോലിയോ അങ്ങനത്തെ ഒരു നീതിയും നടപ്പിലാകാത്ത ഒരിടമാണ് ഈ ഒരു കർണാടക സ്റ്റേറ്റിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ അവിടെ മനുഷ്യർ ജീവിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്കറിയില്ല. എപ്പോഴും ഈ പറയുന്ന ഒരു നിഗൂഢതകളാണ്. ഈ ധർമ്മസ്ഥലം എന്ന് പറയുന്ന മനുഷ്യര് അങ്ങോട്ട് ഒഴുകിയെത്തി. ഒരു അമ്പലമുണ്ട് അവിടെ. ഈ അമ്പലത്തിലേക്കാണ് ഈ ആൾക്കാർ ഒഴുകിയെത്തുന്നത്. അപ്പൊ അതൊരു ഭക്തി കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ ഈ ഭക്തിക്കിടയിലൂടെ നടപ്പിലാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. ആ നിഗൂഢതകളാണ് ഇപ്പൊ പൊങ്ങി വരുന്നത്. ആദ്യം ഇതൊക്കെ ഇവരൊക്കെ നിഷേധിക്കുമെങ്കിലും ഇതൊന്നും ഒരിക്കലും മൂടി വെക്കാനും പറ്റത്തില്ല. എപ്പോഴായാലും ഇതിന്റെയൊക്കെ ഇനിയും ബാക്കി കാര്യങ്ങൾ പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ. അതാണ് ഞങ്ങളൊക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇതൊന്നും അല്ല. അവിടെയൊക്കെ എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു മനുഷ്യനും മിണ്ടുന്നില്ല? ഇത്രയും വർഷം എടുത്തു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പക്ഷേ എന്നിട്ടും അവിടുത്തെ ബിജെപിയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് കേരളമാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിലെന്നാണ്. അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവര് ചെയ്യുന്നത് കുറ്റകൃത്യങ്ങൾ ഇവര് തന്നെ അംഗീകരിക്കുന്നില്ല. ഇത് ഇവര് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ എത്ര വലുതാണെന്ന് ഇവര് തന്നെ കാണുന്നില്ല. അതിനെ ഇവർക്ക് ആകപ്പാടെയുള്ളത് ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് അതിനെ മൂടി വെക്കും. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്താൽ അത് സ്വീകരിക്കില്ല. അതിനൊരു നടപടിയുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇവരെല്ലാം സേഫാണ്. ഈ കുറ്റവാളികൾ അവിടെ സേഫാണ്. അത് ജാതി കുറ്റവാളികളാണ്. അവരവിടെ സേഫാണ്. അവരാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു മഞ്ഞുമലയുടെ അറ്റം എന്ന് പറയുന്ന പോലെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ആ സ്ഥലത്തിന്റെ ഒരു സ്വഭാവ രീതി അങ്ങനെയാണ്. അവിടുത്തെ ഒരു മനുഷ്യരും അങ്ങനെ സംസാരിക്കത്തില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ രഹസ്യമായിട്ട് പോയിട്ട് ഈ മറ്റ് പല സേനകളാണ് അവിടെ സീക്രട്ട് ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കാസർഗോഡിന്ന് ഇപ്പൊ ഒരു മുമ്പ് നിങ്ങൾക്കറിയാവോ, നമ്മുടെ ഒരു MLA-യുടെ മകള് മാംഗ്ലൂരിൽ പഠിക്കാൻ പോവായിരുന്നു. പഠിക്കാൻ പോയിട്ട് ട്രെയിനിൽ തിരിച്ചു വരുന്ന സമയത്ത് കൂടെ ഒരു പയ്യൻ ഇരുന്നത് കണ്ടിട്ട് അവര് ഒരു സേനയുടെ ആൾക്കാരെ ആക്രമിച്ചിട്ടുണ്ട്. ഇത് ഇത്തരം ഗൂഢ സംഘങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ മനുഷ്യരെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും നിശബ്ദരായിരിക്കും. ഇത്തരത്തിലുള്ള ഈ കുറ്റവാളികളാണ് മുമ്പോട്ടേക്ക് പ്രതികരിച്ചുകൊണ്ട് വരുന്നത്. അവർക്കിപ്പം ഭയം തോന്നിയിട്ടുണ്ട്. രാജ്യത്തൊട്ടാക്കിയായിട്ട് ഈ വിവരം അറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇത് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകും. കൂടുതൽ വലിയ സംഘങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കണം. ഞാൻ ഈ കർണാടക പോലീസിനെ വെച്ച് ഇത് അന്വേഷിപ്പിക്കുന്നതിൽ നമ്മൾ ആരും ഒട്ടും തൃപ്തരല്ല. കാരണം അത് മുഴുവനായിട്ട് അത് പുറത്തു വരാൻ സാധിക്കും. കേന്ദ്ര ഏജൻസികളാണെങ്കിലും കണക്കല്ലേ? കേന്ദ്ര ഏജൻസികളെന്നല്ല, മറ്റെന്തെങ്കിലും സംവിധാനം, ജുഡീഷ്യറിയുടെ മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗിക്കണം. അതായത് ഈ സ്റ്റേറ്റുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെടാനും പാടില്ല. ഈ സ്റ്റേറ്റിലെ പോലീസ് ആവാനും പാടില്ല. അവർക്ക് ഇപ്പൊ ഇവിടുന്ന് പോയിട്ടുള്ള മിടുക്കരായിട്ടുള്ള IPS-കാർ അവിടെയുണ്ട്. അവരെയൊന്നും ഉപയോഗിച്ച് കേസൊന്നും അന്വേഷിക്കത്തില്ല. അവര് അങ്ങനെ ചെയ്യില്ല. അപ്പൊ ഇത് പുറത്തു വരുന്നുള്ളതാണ്. ഇതിപ്പോ കുറച്ച് ഒരു അറ്റം മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി വരണമെങ്കിൽ എന്തെങ്കിലും നിയമം കോടതി ഇടപെട്ട് നിയമപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും സംഘടനകൾ അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരത് കൊണ്ടുവന്നാൽ ഇത് പുറത്തു വരും. ഇല്ലാതെ ഇത് ഒരിക്കലും പുറത്തു വരാൻ പോണില്ല. ഈ ദുർബല ജനവിഭാഗം എന്ന നിലയ്ക്ക് അരികുവൽക്കരിക്കപ്പെടുന്നവരുടെ പല വിധത്തിലും അവർ നേരിട്ട ഭീഷണികൾ, അതിൻ്റെ ഒരു പാരമ്പര്യം ആ മണ്ണിലുണ്ട് എന്ന് തൊട്ടറിഞ്ഞ ആളാണ് ധന്യരാമൻ. ഇപ്പോൾ ഇതാ സ്ത്രീകൾ ആണ് വ്യാപകമായി ഇവിടെ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യപ്പെട്ടത്. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ആയിരിക്കുമോ ഒരുപക്ഷെ ഒരു സവർണാധിപത്യ രാഷ്ട്രീയം ഈ കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം ഇൻഡയറക്റ്റായി പോലും നടത്തുന്നത്? അങ്ങനെ കാണാമോ? അതെ ഇവര് ഇപ്പോഴും ഈ BJP RSS അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹിന്ദുത്വ അജണ്ടകൾ അവർ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? അവർക്കവിടെ ലോക്കലി അവർ ഭയങ്കര ഒരു സപ്പോർട്ട് അവർ ഉണ്ടാക്കിയെടുക്കും. ലോക്കൽ രാഷ്ട്രീയത്തിന്റെ സപ്പോർട്ടുകൾ ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്യാനും അത് മൂടി വെക്കാനും എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വന്ന് ഇത് കേരളം ഉണ്ടാക്കിയിട്ട് ഇത്രയും ബോഡി അവിടെ നിന്ന് കിട്ടിയെന്ന് ഓർക്കണം. വീണ്ടും അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോഡി നമുക്ക് ആളുകൾക്ക് സാക്ഷി പറയാൻ പോലും പേടിയാണ്. അപ്പൊ ഇങ്ങനെ സ്വയം ഒന്നും ഉളുപ്പില്ലാതെ ഇങ്ങനെ കേരളം വാർത്ത ചെയ്യുന്നതാണെന്ന് പറയാൻ ഇവർക്കേ പറ്റത്തുള്ളൂ. കാരണം ആ മണ്ണിന്റെ പൾസ് അറിയാവുന്ന മനുഷ്യർ ഇത് സൈലന്റ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അവരാരും പ്രതികരിക്കുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ എത്രയോ മനുഷ്യരുണ്ട്, അവരാരും പ്രതികരിക്കുന്നില്ലല്ലോ. പ്രതികരിച്ചാൽ അവരുടെ നാവറുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ പ്രതികരിച്ച നാവറുക്കും, അത് ഉറപ്പാണത്. കാരണം ഞങ്ങളുടെയൊക്കെ ആൾക്കാരെ നാവറുത്ത് കൊന്നിട്ടുണ്ട്. ആ കൊന്ന എക്സ്പീരിയൻസ് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യർ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അവർക്കൊക്കെ പുറത്തുനിന്നൊരു സപ്പോർട്ട് ഇല്ലാതെ ഒന്നും ആരും സംസാരിക്കത്തില്ല. അവരെ കൊന്നുകളയുന്ന ശബ്ദിച്ചാൽ കൊന്നുകളയുന്ന രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് കർണാടക സ്റ്റേറ്റ് ആണ്.
ഭയന്നിട്ട് നമ്മളിപ്പോ ഒരു അങ്ങോട്ടേക്ക് ഗ്രൂപ്പായിട്ടല്ലാതെ ആൾക്കാർ പോരല്ല. അത് ഭക്തി കൊണ്ട് ആൾക്കാർ ഒരുമിച്ച് പോകുന്നു, തിരിച്ചു വരുന്നു. അവിടെ അതിന്റെ ആ ഭക്തിയുടെ നിഗൂഢതകളിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും ശരിയാണ്. KS ഭഗവാനും ധബോൽക്കറും ഗൗരി ലങ്കേഷും ഒക്കെ നേരിട്ട ഭീഷണികൾ അല്ലേ? അതൊക്കെ ഭീഷണി, പിന്നെ ഇവര് ഭീഷണിപ്പെടുത്തി ഇവര് കൊന്നുകളയുന്നേ. ഇവര് അത് നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന പോലെയല്ല. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ആൾക്കാർ മൊത്തം ഉള്ളത് അവിടെയാണ്. ആരും സംസാരിക്കില്ല. ഇപ്പൊ അവർക്കെല്ലാം ഭയമാണ്. കാരണം അവിടെ ജീവിച്ചു പോകണമല്ലോ, നമുക്ക് ജനിച്ച മണ്ണിൽ നമുക്ക് ജീവിച്ചു പോകണമല്ലോ. ആ ഒരു ആവശ്യം കൊണ്ട് മാത്രം അവിടെ നിലനിന്ന് പോകുന്ന ആൾക്കാരാണ്. അവർക്ക് അവിടെ ആ സ്റ്റേറ്റിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. അവിടെ ആ മണ്ണ് വിട്ട് വന്നാൽ വേറൊരു ഇടം അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവർ അവിടെ വിട്ട് വരാത്തത്. എന്തെങ്കിലും തൊഴിലെടുക്കുന്നു, ജീവിക്കുന്നു, അത്രമാത്രം. ആ ഒരു അവിടെ പട്ടികജാതി വിഭാഗത്തിലൊക്കെ ഒരാളും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പോലും അല്ല. എത്രയോ പേര് PG എടുക്കുന്നു, PhD എടുക്കുന്നു. പക്ഷെ അവർക്ക് അതിലപ്പുറത്തേക്ക് അവർക്കൊന്നും അവിടെ ഒന്നും നേടാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അടിച്ചമർത്തലിന്റെ മണ്ണാണ്. അതാണ് ഈ ഭൂമിക്കടിയിൽ നിന്ന് ഇപ്പൊ ഇവർ കുഴിച്ചെടുത്തോണ്ടിരിക്കുന്നത്. എത്ര മനുഷ്യരെ കൊന്നിട്ടുണ്ടാവും, എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരെ കൊന്നിട്ടുണ്ടാവും. അതൊക്കെ ഇനി പുറത്ത് വരേണ്ടതല്ലേ? ഇതിന്റെ പ്രൈമറി ഘട്ടത്തിലാണ്, ഫസ്റ്റ് ഫേസിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇനി മുമ്പോട്ടേക്ക് പോകുന്തോറും നിരീക്ഷിച്ചിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ മിണ്ടാതിരുന്നത്. ശരി, ധന്യരാമൻ. സിജു കണ്ണനിലേക്ക് പോയാൽ, സിജു, ധന്യരാമൻ ആ മണ്ണിനെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്, സാമൂഹിക പ്രവർത്തക എന്ന നിലയിൽ, ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ. അപ്പോൾ അവിടെ പറയുന്ന ജാതി വ്യവസ്ഥയുടെ വേർതിരിവുകൾ, ഒപ്പം പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾ, അവിടെ രൂപം കൊള്ളുന്ന ഒരു സവർണാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ മേൽക്കൈ, ഇതൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഓരോ അനുദിനം തെളിവുകൾ പുറത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 6-ാം പോയിന്റിൽ നിന്ന് ലഭിച്ച അസ്ഥികൾ, ഇതുവരെ ലഭ്യമായ തെളിവുകൾ, ഇതിൻ്റെയൊക്കെ ഒരു രത്നച്ചുരുക്കത്തിലേക്ക് പോയാൽ സിജു കണ്ണൻ. തീർച്ചയായും മനുഷ്യ അസ്ഥികൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു. ആ ഇപ്പോൾ കണ്ടെടുത്ത അസ്ഥികൾ, 6-ാം പോയിന്റിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൾ, അത് നേത്രാവതി സ്നാനഘട്ടത്തിലെ 6-ാം പോയിന്റിൽ നിന്നാണ് കണ്ടെത്തിയത്. അതിന് സമീപം, അതായത് അത് ഉൾക്കാട്ടിലാണ്. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ അസ്ഥികൾ കണ്ടെത്തുന്നത്. തലയോട്ടിയില്ലാത്ത അസ്ഥിയാണ്. സ്വാഭാവികമായും തല വേർപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയതാകാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ അസ്വാഭാവികത ആ വിഷയത്തിലുണ്ട്. ഇപ്പോൾ കണ്ടെടുത്ത അസ്ഥികൾ മനുഷ്യൻ്റേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആണിൻ്റേതാണോ പെണ്ണിൻ്റേതാണോ ഏത് പ്രായത്തിലുള്ളതാണ്, മറ്റ് പരിശോധനകൾക്ക് സമയമെടുക്കും. സ്വാഭാവികമായും അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടെടുത്ത തെളിവുകൾ, ഇപ്പോൾ എത്തിയ നിർണായക തെളിവ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ വന്നിട്ടുള്ള മൊഴികൾ, കൈരളി വാർത്താ സംഘം അവിടെ നേരിട്ട് കണ്ട ചില വിഷയങ്ങൾ, വിവരങ്ങൾ, ഇതൊക്കെയായി കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഈ ദുരൂഹതയുടെ മാനം പുതിയ തലങ്ങളിലേക്ക് ഉയരുകയാണ്. ഇവിടെ ധന്യരാമൻ ആ മണ്ണുമായി ബന്ധമുള്ള, അടുപ്പമുള്ള വ്യക്തി എന്ന നിലയിൽ കൂടി അവർ പറഞ്ഞ കാര്യം, ജാതി വ്യവസ്ഥയുടെ മായ ഒരു അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾക്ക് നാവ് ഉയർത്താനുള്ള അവകാശം പോലും അവിടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു പരാതി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉന്നയിച്ചാൽ അവരുടെ നാവറുത്ത ശേഷം കുഴിച്ചു മൂടുന്ന രീതി, അത് ഗോത്രവർഗ്ഗങ്ങളെ അല്ലെങ്കിൽ ആദിവാസികളെ അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗക്കാരെ ഒക്കെ നാവറുത്ത് കൊന്നു കുഴിച്ചു മൂടുന്ന ഒരു രീതി നിലനിൽക്കുന്ന മണ്ണാണത്. അതുകൊണ്ടാണ് സ്വാഭാവികമായി അവിടുത്തെ BJP നേതാക്കൾ കേരളത്തിനെതിരെ ആഞ്ഞടിക്കുന്നത്. അപ്പോൾ പോലീസിൽ നിന്നും അവിടെ നീതി ലഭിക്കുന്ന കാര്യം സംശയമാണ്. അതുകൊണ്ട് ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. കേന്ദ്ര ഏജൻസികളിലെയും തങ്ങൾക്ക് വിശ്വാസമില്ല. ഇതാണ് ആ മണ്ണിനെ അറിയാവുന്ന, അവിടുത്തെ സാഹചര്യം അറിയാവുന്ന ഒരാൾ എന്ന നിലയിൽ ധന്യരാമൻ കൂടി കൈരളി ന്യൂസിനോട് പങ്കുവച്ച വിവരങ്ങളാണ് നാം അല്പം മുമ്പ് കേട്ടത്. ക്രിസ്തുവിൻ്റെ ദാസിമാർ ഏൽക്കേണ്ടി വരുന്ന ക്രൂരതകളെ സംബന്ധിച്ചുള്ള ഛത്തീസ്ഗഡിലെ വാർത്തകൾ ദിവസങ്ങളായി നാം കാണുന്നു. ഏറ്റവും പുതിയ വിവരം, അതിനുമായി ബന്ധപ്പെട്ടാണ് ഇനി ഈവനിംഗ് ഡിബേറ്റ് പോകുന്നത്. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ ഇനി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കമാണ്. ദില്ലിയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകരാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരാകുന്നത്. അതേസമയം ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ തീരുമാനം. ഈ വിഷയത്തിൽ മാത്രമല്ല, ഇതിൽ ഏറ്റവും നാം കാണേണ്ട ഒരു കാര്യം, ഇടതുപക്ഷ പ്രതിനിധികളാണ് അവിടെ എത്തി അവർക്ക് ആശ്വാസം ചൊരിഞ്ഞതും അവർക്ക് വേണ്ട നിയമപരമായ നീങ്ങാനുള്ള കരുത്ത് നൽകിയതും എന്നുള്ളത് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ബൃന്ദ കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് MP-മാർ അവിടെ നേരിട്ടെത്തി. മാത്രമല്ല, ഇന്നിപ്പോൾ PK ശ്രീമതി ടീച്ചറും CS സുജാത അടക്കമുള്ളവർ ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട്. കന്യാസ്ത്രീമാരെ ജയിലിൽ കാണാൻ അവരും ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വലിയ പിന്തുണ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ കന്യാസ്ത്രീമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഛത്തീസ്ഗഡിൽ നടക്കുന്ന കന്യാസ്ത്രീ വേട്ട, രാജ്യത്താകമാനം നടക്കുന്ന
ക്രൈസ്തവ വേട്ട, ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി, ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി, BJP നേതാവ് പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കാം. वाला मामला जो है वो अब लगातार बढ़ता जा रहा है. कम्युनिस्ट नेता ने भी मुलाकात की, कहा है कि प्रताड़ित किया जा रहा है उनको, और जमानत याचिका भी खारिज हो रही है. सर कह रहे हैं कि छत्तीसगढ़ में संविधान की धज्जियां उड़ाई जा रही है. आपके भाजपा प्रदेश अध्यक्ष का भी बयान, वो भी इस गिरफ्तारी से थोड़ा असहमत नजर आ रहा है. अब पुलिस अपना काम कर रही है और कल कांग्रेस का एक डेलीगेशन आया हुआ था, उसमें माने सांसदगण, विधायकगण और संगठन के लोग भी थे, तो उनसे हमारी मुलाकात हुई. തീർച്ചയായും സിബി ജോസഫ് കൂടി ഞങ്ങളുടെ പ്രതിനിധി ഘട്ടത്തിൽ ചേരുകയാണ്. സിബി, ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുവിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലാണ് ഛത്തീസ്ഗഡ് സർക്കാർ, BJP സർക്കാർ കന്യാസ്ത്രീകളെ ദ്രോഹിക്കാൻ തുടർന്നും ഉള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്? ജാമ്യാപേക്ഷയെ ഇനിയും ശക്തമായി എതിർക്കുന്ന നിലയിലേക്ക് തന്നെയാണോ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നീക്കം? അജിംഷാദ്, ഈ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുതന്നെയാണ് ഈ BJP സർക്കാരിൻ്റെ നീക്കവും. എന്തായാലും ഇന്നലെ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയുമായി ചെന്നപ്പോൾ ആ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ വിടുകയും പിന്നീട് കോർട്ടിൽ നിന്നും അതിൻ്റെ ഓർഡർ ലഭ്യമാകുമ്പോൾ അവിടെ ഈ ഛത്തീസ്ഗഡ് സർക്കാർ വാദിച്ച കാര്യങ്ങൾ കൃത്യമായി അക്കമിട്ട് നമ്മൾ പറയുകയും ചെയ്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും മതപരിവർത്തനം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഏറെ ഗൗരവകരമായ വിഷയമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി ഛത്തീസ്ഗഡ് സർക്കാർ കോടതിയെ ബോധിപ്പിച്ചു. മൂന്നാമത് കാര്യം, ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇത് BNS 143 എന്ന സെക്ഷനാണ്. ഈ സെക്ഷൻ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അത് ട്രൈബൽ വിഭാഗത്തിലുള്ള പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിക്കോ സെഷൻസ് കോടതിക്കോ ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്നൊരു കാര്യമായിരുന്നു ഇവർ ചൂണ്ടിക്കാട്ടിയത്. ഇത് NIA ആക്ട് പ്രകാരം, അതായത് 2008 NIA ആക്ട് പ്രകാരമുള്ള കേസാണെന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഈ കന്യാസ്ത്രീമാരുടെ ജയിൽ മോചനം ഒരിക്കലും, അല്ലെങ്കിൽ ജയിൽ മോചനം നീളുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ വകുപ്പുകൾ. നമുക്കറിയാം NIA പരിധിപ്പെടുന്ന കേസുകൾ എന്ന് പറയുന്നത് തീവ്രവാദ കേസിലും രാജ്യവിരുദ്ധ കേസിലുമാണ്. ഇതിൽ ജാമ്യം ലഭിക്കുന്നു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വലിയ വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള ഏറ്റവും കൊടും കുറ്റവാളികൾക്ക് നൽകുന്ന ഒരു വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി വേറൊരു പോയിന്റിലേക്ക് പോയാൽ, ഇതിൽ 3 പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റ് അന്ന് പോലീസ് എടുത്തിരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം പെൺകുട്ടികൾ പറഞ്ഞിരുന്നത് തങ്ങൾ സ്വമേധയാ ഈ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി ജോലി ചെയ്യാൻ വന്നതാണെന്നായിരുന്നു. പക്ഷേ പിന്നീട് അവിടെ ബജരംഗദളും പോലീസും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതിൽ ഒരു പെൺകുട്ടി മൊഴി മാറ്റിയെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ ആ മൊഴിയെല്ലാം തന്നെയും കോടതിയിലെത്തുമ്പോൾ ഈ കന്യാസ്ത്രീമാർക്ക് വലിയ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഏത് രീതിയിൽ ഈ നിയമപരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. വളരെ സങ്കീർണമായ ഒരു കേസായി മാറുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം എന്ന് പറയുന്നത് നാളെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ്. നിലവിലെ ഈ ഇവരുടെ ലോയർ, ഇവരുടെ അഭിഭാഷകനായ രാജ്കുമാർ തിവാരിയെ മാറ്റി പുതിയ അഭിഭാഷക സംഘം, ദില്ലിയിൽ നിന്നുള്ള അഭിഭാഷക സംഘം ഉൾപ്പെടെ ഇതിലുണ്ട്. ഈ അഭിഭാഷക സംഘം ഏതാണെന്ന കാര്യത്തിൽ ഇപ്പോഴും അവർ വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതിൽ വളരെയധികം ദുരൂഹത, അതായത് വളരെയധികം ഭീഷണിയും എല്ലാം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൊണ്ടുണ്ട്. ഒരു BJP സർക്കാർ, ഒരു ഭരണകൂടം തന്നെ എതിരായി നിൽക്കുന്നു. മാത്രമല്ല നിയമപരമായി എതിരായിട്ടല്ല നിൽക്കുന്നത്, അതിനപ്പുറമായിട്ട് ഫിസിക്കലിയും മെൻ്റലി എല്ലാം തന്നെയും അവർ ഹരാസ്മെൻറ്റ് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൂടാതെ ബജരംഗൾ പ്രവർത്തകരെല്ലാം തന്നെയും വലിയ ഭീഷണിയായി കോടതി വളപ്പിൽ പോലും എത്തുന്നു. അതുകൂടാതെ പോലീസ് ഇവർക്കെതിരാണ്. ഈ പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇവർക്ക് നൽകിയിട്ടില്ല. അങ്ങനെ എല്ലാം ഒരു നിയമസഹായം പോലും ലഭ്യമാകാത്ത രീതിയിലേക്ക് ഇവിടെ കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും നാളെ ഹൈക്കോടതിയെ പരിഗണിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ജാമ്യം കിട്ടുമോ എന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ഇനി NIA കോടതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടപടികൾ വേഗത്തിൽ ഇതിലൊരു ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ സംസ്ഥാന സർക്കാർ മറ്റു നോട്ടീസൊക്കെ അയച്ച് പിന്നീടും അത് അതായത് ഇന്നലെയും ഇന്നുമൊക്കെയുള്ള ഏറ്റവും പുരോഗതികൾ സിബി ജോസഫ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, NIA ദേശവിരുദ്ധതയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്ത രീതിയിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നേരത്തെ BNS-ൻ്റെ 143 വകുപ്പ് അനുസരിച്ച് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, പ്രത്യേകിച്ച് ട്രൈബൽ ഏരിയയിലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അത് രണ്ടാം UPA സർക്കാരാണ് യഥാർത്ഥത്തിൽ അത് കൊണ്ടുവരികയും അത് NIA-യിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്ത IPC-യുടെ കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ BNS ആകുമ്പോൾ ഇങ്ങനൊരു വകുപ്പുള്ളത് കൊണ്ടാണ് കൃത്യമായി അവർക്ക്
പുറത്തിറങ്ങാൻ തടസ്സമാകുന്ന പല ഘടകങ്ങളും അവിടെ എത്തുന്നത്. ഇനി ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. ഹൈക്കോടതിയിലേക്ക് പോയാൽ പോലും ഈ അവസ്ഥയാണ് കേസിൻ്റെ മെറിറ്റിൽ സർക്കാർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കും. അതിൽ ഏറ്റവും വിലങ്ങുതടിയാകാവുന്ന വിഷയമെന്നത് ഈ പെൺകുട്ടികളുടെ മൊഴിമാറ്റമാണ്. ആദ്യം പെൺകുട്ടികൾ അവിടെ എത്തിയവരോട് പറഞ്ഞതും അതിനുശേഷം പോലീസിൻ്റെ നൽകിയ സ്റ്റേറ്റ്മെൻറ്റിലും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലുമൊക്കെ അവർ സ്വമേധയാ ആരും അവരെ കൊണ്ടുവന്നതല്ല, അവർ സ്വമേധയാ എത്തിയതാണ്, അവർ ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ അവർ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ ഈ ബജ്രംഗ് ദൾ സ്വാധീനത്തിൽ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നൊരു വേളയിലാണ് ഇവർ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാറ്റിയ സ്റ്റേറ്റ്മെൻറ്റാണ് ഇനി കോടതി വ്യവഹാരങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ അത് വലിയ വിഷയങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കന്യാസ്ത്രീമാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാകും, അല്ലേ? അങ്ങനെയല്ലേ ഇപ്പോഴത്തെ മെറിറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, സിബി ജോസഫ്? അജിംഷാദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ 3 പെൺകുട്ടികളുടെ ഒരു മൊഴി എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ്. കാരണം അവർ ട്രൈബൽ വിഭാഗത്തിലുള്ള പെൺകുട്ടികളാണ്. അവരെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ശ്രമിച്ചു, അവരെ മനുഷ്യക്കടത്താക്കി മാറ്റി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ ഈ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരാനുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ NI ആക്ട് പ്രകാരം വരുന്നത്. സ്വാഭാവികമായും ആ പെൺകുട്ടികളുടെ മൊഴികൾ ഏറെ പ്രധാനമുണ്ട്. ഈ പെൺകുട്ടികളെ ആദ്യം പിടികൂടിയപ്പോൾ ഇവർ മതപരിവർത്തനം എന്നുള്ള ഒരു വകുപ്പായിരുന്നു ചേർത്തിരുന്നത്. പക്ഷേ ആ സമയത്താണ് പെൺകുട്ടികൾ മൊഴി പറഞ്ഞു തങ്ങൾ ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന് മൊഴി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് അത് നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ഇവർ ഹ്യൂമൻ ട്രാഫിക് എന്ന വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇവർ പോലീസ് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് തന്നെ, കാരണം ഈ പെൺകുട്ടികൾ പോലീസ് കസ്റ്റഡിയിലായിരുന്നു, പോലീസ് തന്നെയാണ് ഇവരെ നാരായൺപൂരിലേക്ക്, ഇവർ താമസിക്കുന്ന നാരായൺപൂരിൽ ഇവരെ കൊണ്ടുചെന്ന് ആക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പെൺകുട്ടികളെക്കുറിച്ച് പിന്നീട് ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെടാനോ അവർക്ക് ഇവരുമായി ക്രൈസ്തവ സമൂഹത്തിൽ സംസാരിക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ നിർണായകമായ കാര്യം. എന്ത് സ്റ്റേറ്റ്മെൻറ്റാണ് നൽകിയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്നലെ സെഷൻസ് കോടതി ചെന്നപ്പോഴാണ് ഈ ഒരു വകുപ്പ് NI ആക്ട് പ്രകാരം വകുപ്പ് പോലും ഉണ്ടെന്ന് ഈ കന്യാസ്ത്രീമാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിഞ്ഞത്. അത്തരത്തിൽ കൃത്യമായ ഒരു ആക്ട് പോലും ഏതൊക്കെയാണെന്ന് കൃത്യമായി പോലീസ് ഇവരുമായി പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ ഇനി മറ്റേതെങ്കിലും വകുപ്പുണ്ടോ എന്ന കാര്യത്തിലും ഇവർക്ക് ആശങ്കയുണ്ട്. അതാണ് നിയമപരമായ ഉപദേശങ്ങളും ഏറ്റവും പ്രാഗൽഭ്യം നിറഞ്ഞ അഭിഭാഷകരുടെയൊക്കെ ഒരു സഹായം ഇവർ തേടുന്നു. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സ്ഥിതിയുണ്ട്. അവർക്ക് നിയമപരമായ സഹായം പോലും, അത് ജനാധിപത്യപരമായ അവകാശം കൂടിയാണ്, ഒരു മൗലിക അവകാശമാണ്, അതുപോലും അവർക്ക് നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒന്ന്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതിയിലേക്ക് ഈ ജാമ്യം ചെല്ലുമ്പോൾ, ഈ ജാമ്യാപേക്ഷ ചെല്ലുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇതിനെ ഛത്തീസ്ഗഡ് സർക്കാർ ഇനി പ്രതിരോധിക്കാൻ പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജാമ്യാപേക്ഷ ശക്തമായി എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും മാത്രമല്ല ഈ ജോർജ് കുര്യൻ ന്യൂനപക്ഷ സംരക്ഷണവും ഒക്കെയായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ പറയുന്ന ഒരു വ്യക്തിയാണ് BJP നേതാവ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. അപ്പോൾ ന്യൂനപക്ഷ കമ്മീഷനിൽ ഒക്കെ ആയിരുന്നു നിലനിന്നിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെ കേന്ദ്ര സഹമന്ത്രിയായപ്പോൾ മന്ത്രിയാണ്, പരിമിതിയുണ്ട്. ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങളെയൊക്കെ ഇന്ന് ന്യായീകരിച്ച് മെഴുകി മറിയുന്നതാണ് നാം കണ്ടത് ഈ ജോർജ് കുര്യൻ്റെ കാര്യത്തിൽ. അജിംഷാദ്, ജോർജ് കുര്യൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം കൃത്യമായ രീതിയിൽ ഈ നടപടികൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇവർ ജയിലിൽ പോയതെന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞത്. അതായത് ഇനിയും ഈ നടപടി ഏത് രീതിക്കാണെന്ന കാര്യത്തിൽ ജോർജ് കുര്യൻ പറഞ്ഞുമില്ല. കാരണം ഈ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ വ്യക്തമാക്കിയത് കൃത്യമായ നടപടിയിലൂടെ അല്ല ഇവർ പോയതെന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഈ ഒരു BJP ഭരണകൂടം അല്ലെങ്കിൽ ഒരു സർക്കാർ, ഒരു പോലീസ്, അവർ ഒരു പ്രതിക്ക് ഒരു ആൾക്കുമേൽ കുറ്റം ചുമത്തുമ്പോൾ ആ കുറ്റം ചുമത്തി എന്താണ്, ഏതൊക്കെ വകുപ്പാണെന്നുള്ള എതിർകക്ഷികൾക്ക് നൽകാൻ ഒരു ബാധ്യത. അതുകൂടാതെ അവർ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് എടുത്തിട്ടുള്ളത്, അതെല്ലാം അറിയാനുള്ള അവകാശമുണ്ട്. അതിനുശേഷം മാത്രമേ ഇവർക്ക് കോടതിയിൽ നേരിട്ട് ഒരു വാദപ്രതിവാദത്തിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ ആ ഒരു നിയമപരമായ അവകാശം ഇവർക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും സങ്കീർണമായ കാര്യം. മാത്രമല്ല ഇവിടുത്തെ അഭിഭാഷകൻ, ഇപ്പോൾ പുറത്തു വന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഇവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പോലും ഇവരോടൊപ്പം അല്ല മാനസികമായി നിന്ന്, അല്ലെങ്കിൽ സെഷൻസ് കോടതിയിൽ പോലും ഇവർക്ക് വേണ്ടി വേണ്ട രീതിയിൽ സംസാരിച്ചില്ല എന്നൊക്കെ ചില കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഇതെല്ലാം തന്നെയും സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഇതിൽ സെഷൻസ് കോടതിയിൽ കൃത്യമായി കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സംസാരിച്ചില്ല എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ ഒരു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആക്ട് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നതും പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ടുള്ളതും. എന്തായാലും ഒരു പുതിയ അഭിഭാഷകനെ വെച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഒരു തീരുമാനം. അതോടൊപ്പം തന്നെ ഈ 2 കന്യാസ്ത്രീകൾക്കൊപ്പം അറസ്റ്റിലായ മറ്റൊരു യുവാവുണ്ട്, ഈ 3 പെൺകുട്ടികൾക്കൊപ്പം വന്ന യുവാവ് ഇതേ സെക്ഷനിൽ അവിടെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ആ യുവാവിൻ്റെ സഹോദരി ഇന്ന് വന്നിരുന്നു.
ആ യുവാവ് ഇപ്പോഴും ജയിലിലാണ്. ആ യുവാവിൻ്റെ സഹോദരി ഇന്ന് ജയിലിൽ വന്ന് കണ്ടിരുന്നു. അവർക്ക് ആ യുവാവിന് അച്ഛനും അമ്മയും ഇല്ല. 22 വയസ്സ് ഉള്ള ഒരു യുവാവാണ്. യുവാവിൻ്റെ സഹോദരി ഇന്ന് വന്ന് കാണുകയും ചെയ്തിരുന്നു. അവരുമായി നമ്മൾ സംസാരിച്ചു. അവർ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ തയ്യാറല്ല, കാരണം അവരുടെ ജീവന് ആപത്താണെന്ന് അവർ പറയുകയും ചെയ്തു. അതുകൊണ്ട് പക്ഷേ ആ യുവതി പറഞ്ഞത് താനും ഒരു കന്യാസ്ത്രീ മഠത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. താൻ ആണ് ഈ 3 പെൺകുട്ടികളെ അവരുടെ സഹോദരനൊപ്പം പറഞ്ഞയച്ചത്. എൻ്റെ സഹോദരൻ വെറുതെ കൂടെ പോയത് മാത്രമാണ്. പക്ഷേ അവരെയും ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ടാണ് ആ യുവാവിനെയും ഇപ്പോൾ ഹ്യൂമൻ ട്രാഫിക് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ജയിലിൽ അടച്ചിരിക്കുന്നത്. 22 വയസ്സുകാരനായ യുവാവാണ്. അവർക്ക് അച്ഛനും അമ്മയും ഇല്ല. ഏക ഒരു ആശ്രയമായിരുന്നു ഈ ഒരു ആങ്ങളെ സഹോദരനായ യുവാവ്. ആ യുവാവിനെയും ജയിലിൽ അടച്ചിരിക്കുകയാണ്. അതാണ് സാഹചര്യം നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ എംപിമാരും അവിടെ എത്തി ഈ യുവാവുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. ഈ യുവാവിനെ വളരെ വലിയ രീതിയിലാണ് ക്രൂരമായിട്ടാണ് ഈ ബജരംഗ പ്രവർത്തകർ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അന്ന് ആക്രമിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും വളരെ ക്രൂരമായ ഒരു ആക്രമണവും അതിനുശേഷം നിയമപരമായി പോലും അവർക്ക് അല്പം പോലും മൗലികാവകാശം ലഭിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതാണ് വളരെ സങ്കീർണമായ ഒരു നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു. ഹൈക്കോടതിയിൽ പോയാലും ജാമ്യം ലഭിക്കുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെയധികം സംശയമുണ്ട്. കാരണം ഏതൊക്കെ രീതിയിലാണ് ഇനി വകുപ്പുകൾ വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇപ്പോൾ കോടതിയിലേക്ക് പോയാൽ ഒരുപക്ഷെ ആ ഒരു നിയമ നടപടിയെല്ലാം തന്നെയും കൂടുതൽ നീളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉടനെ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള തീരുമാനം ഏറ്റവും ഒടുവിൽ എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഹൈക്കോടതിയിലേക്ക് രാവിലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അജിംഷാദ്, തീർച്ചയായും പ്രത്യാശയോടുകൂടി തന്നെ കാത്തിരിക്കാം. ശുഭകരമായി ജാമ്യത്തിലേക്ക് നയിക്കപ്പെടും എന്നത് നീതി ബോധ്യമാകുമെന്നതിൽ. പക്ഷേ നിലവിലത്തെ വസ്തുതകളും സാഹചര്യങ്ങളും മറിച്ചാണ് വെളിവാകുന്നത്. അത് ഛത്തീസ്ഗഡിലെ BJP സർക്കാരിൻ്റെ നിർണായകമായ ജാമ്യാപേക്ഷയെ തടയുന്ന, ജാമ്യത്തെ തള്ളിക്കളയാനുള്ള നീക്കങ്ങളും അതിനായി കൃത്രിമ തെളിവുകൾ ശേഖരിക്കുന്ന അടക്കമുള്ള വശങ്ങളാണ്. ഇതാണ് നാം ഇവിടെ കാണുന്നത്, ഛത്തീസ്ഗഡിൽ കാണുന്നത്. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു മറുവശം നമുക്ക് മലേഗാവ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടെത്തുകയാണ്. സംഘപരിവാറും അത്തരത്തിൽ ഹിന്ദുത്വ തീവ്രവാദികളും പ്രതിയാകുന്ന കേസുകൾ ഒക്കെ വെറുതെ വിടുന്നു. ജയിലിൽ കഴിയുന്ന അവർ മോചിതരായി തിരിച്ചെത്തുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുന്നു. ഇപ്പോഴിതാ മലേഗാവ്, ഗുജറാത്തിൽ കണ്ട ആ സംഘർഷ സാധ്യത ബലാത്സംഗ കേസിലെ പ്രതികളുടെ വിഷയം രാജ്യം ചർച്ച ചെയ്തതാണ്. ഇപ്പോഴിതാ മലേഗാവ് സ്ഫോടന കേസിലെയും മുഴുവൻ പ്രതികളെ വെറുതെ വിടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മലേഗാവ് സ്ഫോടന കേസിൽ അതിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിടുകയാണ്. വ്യക്തമായ തെളിവില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഹിന്ദുത്വ തീവ്രവാദി സംഘടനകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സ്ഫോടനങ്ങളിലേക്ക് വെളിച്ചം വീശിയ കേസിൽ രാജ്യത്തെ നിരാശപ്പെടുത്തി 7 പ്രതികളെയും കുറ്റവിമുക്തരാക്കുന്നത്. ആ വിധി പുറത്തു വരുന്നതോടുകൂടി രാജ്യത്ത് നടമാടുന്ന സംഘപരിവാർ പക്ഷപാതിത്വത്തെ കൂടിയാണ് ബോധ്യമാക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. പ്രതികളെയും വെറുതെ വിട്ടു. മഹാരാഷ്ട്രയിലെ മലേഗാവിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിന് 17 വർഷങ്ങൾക്ക് ശേഷമാണ് മുംബൈയിലെ പ്രത്യേക NIA കോടതി വിധി പറയുന്നത്. തീവ്ര ഹിന്ദു സംഘടനകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സ്ഫോടനങ്ങളിലേക്ക് വെളിച്ചം വീശിയ കേസിൽ രാജ്യത്തെ നിരാശപ്പെടുത്തിയ വിധിയാണ് പുറത്തുവന്നത്. ഇതിനകം പലതവണ ജഡ്ജിമാരെ മാറ്റിയത് പ്രതികളെ രക്ഷിക്കാനുള്ള ആസൂത്രിത ശ്രമമാണെന്ന ആരോപണങ്ങൾ നിലനിൽക്കെയാണ് വിധി വീണ്ടും ചർച്ചയാകുന്നത്. BJP മുൻ MP പ്രഗ്യാ സിംഗ് ഠാക്കൂർ പ്രതിയായ 2008 മലേഗാവ് സ്ഫോടന കേസിൽ സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്ന ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് അടക്കം വിചാരണ നേരിട്ടിരുന്നു. എന്നാൽ വിചാരണ പൂർത്തിയായതിനു ശേഷവും വിധി പറയാനായി ഒന്നിലധികം തവണയാണ് മാറ്റിവെച്ചത്. കേസിൽ വിധി പറയാനിരിക്കെ പ്രത്യേക NIA കോടതി ജഡ്ജി AK ലാഹോട്ടിയെ നാസിക്കിലേക്ക് മാറ്റിയതും വലിയ വിവാദമായിരുന്നു. 2008 നടന്ന സ്ഫോടന കേസിൽ 17 വർഷത്തിനിടെ 5 തവണയായിരുന്നു ജഡ്ജിമാരെ സ്ഥലം മാറ്റിയത്. 2008 സെപ്റ്റംബർ 29 വടക്കൻ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ മലേഗാവിലെ തിരക്കേറിയ സ്ഥലത്ത് പള്ളിക്ക് സമീപം മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് അത്യാഹിതമുണ്ടായത്. 6 പേർ കൊല്ലപ്പെടുകയും 101 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനത്തിന് ഉപയോഗിച്ച ബൈക്കാണ് BJP നേതാവിലേക്ക് നയിച്ചത്. ബൈക്കിന്റെ ഉടമ പ്രഗ്യാ സിംഗ് ഠാക്കൂറാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ പലപ്പോഴും വിവാദമായിട്ടുണ്ട്. कुछ नहीं तो सब्जी काटने वाला चाकू जरा तेज रखो. जब हमारा सब्जी अच्छे से कटेगी तो निश्चित रूप से दुश्मनों के मुंह भी और सिर भी अच्छे से कटेंगे. ഹേമന്ത് കർക്കറയുടെ നേതൃത്വത്തിലായിരുന്നു മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന പ്രതികളെ പിടികൂടിയത്. ഹിന്ദു രാഷ്ട്രത്തിന് വഴിയൊരുക്കാനായി രൂപം കൊണ്ട അഭിനവ് ബാര സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ് അറസ്റ്റിലായത്. 2011 NIA കേസ് ഏറ്റെടുത്തതോടെ 4 പേരെ ഒഴിവാക്കുകയും മക്കോക്ക നിയമം പിൻവലിക്കുകയും ചെയ്തിരുന്നു. പ്രഗ്യാ സിംഗിനെയും കേസിൽ നിന്ന് ഒഴിവാക്കാൻ NIA ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചിരുന്നില്ല. 323 സാക്ഷികളിൽ 30ഓളം പേർ വിചാരണയ്ക്ക് മുമ്പ് മരിച്ചു. ശേഷിച്ചവരിൽ 37 പേർ വിചാരണയ്ക്കിടെ കൂറുമാറുകയും ചെയ്തു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.
തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മുംബൈയിൽ നിന്നും പ്രേംലാൽ തന്നെ ചേരുകയാണ്. പ്രേംലാൽ, ഇവിടെ പ്രഗത്യ സിംഗ് താക്കൂർ ഒപ്പം പുരോഹിത് ഒക്കെ പ്രതിയാകുന്ന കേസ് അത് വെറുതെ വിടുന്നു. മറ്റൊരറ്റത്ത് നീതി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കന്യാസ്ത്രീമാർക്ക് ജയിലിൽ തുടരേണ്ടി വരുന്ന സാഹചര്യം, അവിടെ ജാമ്യാപേക്ഷയെ എതിർക്കുന്നു. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഹേമന്ത് കർക്കറെ അടക്കമുള്ളവർക്ക് വന്ന വിധി എങ്ങനെയാണ്? അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അവർ മറ്റൊരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എങ്കിൽ പോലും അതിൽ തന്നെ പല ദുരൂഹത ഉയരുന്നു. പിന്നീട് മാത്രമല്ല, സഞ്ജീവ് ഭട്ട് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നേരിടുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഓരോന്നും മലയാളിയായ ശ്രീകുമാറിന്, ഗുജറാത്ത് DGP ആയിരുന്ന ശ്രീകുമാറിന് നേരിടേണ്ടി വന്ന വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു വശത്ത് മാത്രം അനീതിയുടെ നീതീകരണം നടക്കുന്നു, മറുവശങ്ങളിൽ നീതി പൊലിഞ്ഞു വീഴുന്നു. അതിനുള്ള ഒരു ഉദാത്ത ഉദാഹരണമായി മലേഗാവ് സ്ഫോടന കേസ് മാറുന്നു. തെളിവില്ലത്രേ, അല്ലേ പ്രേംലാൽ? അജിംഷാദ്, വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു വിധിന്യായമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. മലേഗാവ് സ്ഫോടന കേസിൽ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വീഴ്ച സംഭവിച്ചുവെന്നും അന്വേഷണത്തിലും വീഴ്ചയുണ്ടെന്നും കോടതി കേസന്വേഷണത്തിൽ എല്ലാ ഘട്ടത്തിലും കാലതാമസം നേരിട്ടുവെന്നും ന്യായമായ നിഷ്പക്ഷമായ രീതിയിലല്ല അന്വേഷണം നടന്നതെന്നുമുള്ള കാരണത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്നത്തെ വിധി. തീർച്ചയായും വലിയൊരു ആശങ്ക തന്നെയാണ് ഉയർത്തുന്നതെന്ന് മുംബൈയിലെ സമൂഹ മാധ്യമങ്ങളിലും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇത്തരമൊരു സാഹചര്യത്തെ കുറിച്ച് തന്നെയാണ്. ഒരുപക്ഷെ 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ലോക്കൽ ട്രെയിൻ സ്ഫോടന കേസിലും എല്ലാ കുറ്റവാളികളെയും പ്രതികളെയും വെറുതെ വിട്ടൊരു കോടതി വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 17 വർഷം നീണ്ട ഒരു വിചാരണയ്ക്കൊടുവിലാണ് ഇന്നത്തെ ഒരു വിധി. ഈ 17 വർഷത്തിനിടയ്ക്ക് 5 തവണയായിരുന്നു ജഡ്ജിമാരെ സ്ഥലം മാറ്റിയത്. 2011 NIA കേസ് ഏറ്റെടുത്തോടെ 4 പേരെ ഒഴിവാക്കുകയും അക്കോക നിയമം പിൻവലിക്കുകയും ചെയ്തിരുന്നു. പ്രഗ്യാ സിംഗിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ NIA ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചിരുന്നില്ല. ഇതിന് ഒടുവിലാണ് 323 സാക്ഷികളിൽ 30ഓളം പേർ വിചാരണയ്ക്ക് മുമ്പ് മരിച്ചതും 37 പേർ വിചാരണയ്ക്ക് കൂറുമാറുകയും, കൂടാതെ ഇത്തരം ഈ കാലതാമസം തന്നെ പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കം തന്നെയാണെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. ഇത് രാജ്യത്തിനെ സംബന്ധിച്ച് ഇത്തരം ഒരു ഏകപക്ഷീയമായ, ജിംഷാദ് പറഞ്ഞ പോലെ ഏകപക്ഷീയമായ ഒരു നിലപാടുകൾ തീർച്ചയായും വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. തീർച്ചയായും ഹിന്ദുത്വ തീവ്രവാദികൾ പ്രതിയാകുന്ന കേസുകളൊക്കെ അത് രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിൽ വരുന്നതാണിത്. ബോംബ് സ്ഫോടനം, എന്നിട്ട് പോലും അവർക്ക് എതിരായി തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. പക്ഷേ ഒരു വശത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ സ്റ്റാൻ സ്വാമിയുടെ വിഷയമുണ്ട്, ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാർ അടക്കമുള്ളവരുടെ വിഷയമുണ്ട്, മറ്റ് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിഷയങ്ങളുണ്ട്, ആദിവാസി പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾ നേരിടുന്ന വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു വിഭാഗത്തെ മാത്രം ഇങ്ങനെ പോയിൻ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നടന്നു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് പ്രേംലാൽ, ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ, അത് ഈ ബൈക്കിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട്, പിന്നീട് ഈ ബോംബ് നിർമ്മാണം, അത് പട്ടാളത്തുമായി ബന്ധപ്പെട്ട്, ആർമിയുമായി ബന്ധപ്പെട്ട്, അതാണ് പുരോഹിതിലേക്ക് വെളിച്ചം വീശിയത്. മാത്രം ചെയ്യാൻ കഴിയുന്ന പല ഘടകങ്ങളും അതിലുണ്ടായിരുന്നു. ഇതൊക്കെ അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലും തെളിവായതാണ്, വെളിവായതാണ്. ഇതൊക്കെ എങ്ങനെയാണ് കോടതി മുറിയിൽ അപ്രത്യക്ഷമാകുന്നത് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്? അതിൽ ആസൂത്രിതമായൊരു ഭരണകൂട ആസൂത്രിതമായ നീക്കങ്ങളുണ്ട് എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റുണ്ടോ? അതുകൊണ്ടാണ് ഈ വിധി അന്യായ വിധിയാണോ എന്ന് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യം നാട്ടിലുണ്ടാകുന്നത്. പ്രേംലാൽ, തീർച്ചയായും അജിംഷാദ്, സ്ഫോടക വസ്തു ഘടിപ്പിച്ച വണ്ടി പ്രഗ്യയുടെ പേരിലായിരുന്നുവെങ്കിലും അവർ അത് ഉപയോഗിച്ചിരുന്നതിന് തെളിവില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. അന്ന് ഇവരുടെ ഏതാണ് വണ്ടി എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിന്റെ തെളിവുകളും പുറത്തുവിട്ടിരുന്നു. ഇതിനൊടുവിലാണ് അത് തന്നെയാണ് പറഞ്ഞത്, ഈ കാലതാമസം എടുത്തതെല്ലാം ഈ തെളിവുകൾ നശിപ്പിക്കുവാനും ഇവരൊക്കെ അനുകൂലമായൊരു വിധി നടപ്പാക്കുവാനും മാത്രമാണെന്നാണ് ഇപ്പോൾ നമുക്ക് വളരെ പ്രത്യക്ഷമാണ്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ആസൂത്രിതമായൊരു നീക്കത്തിന്റെ ഭാഗമായാണ് ഈ കേസിൽ വിധി തീർപ്പാക്കാൻ ഇത്രയും കാലതാമസം എടുത്തുന്നത് ഉള്ളൊരു ചർച്ച തന്നെ ഉണ്ടായതിന് ശരിവെക്കുന്നതാണ് ഇന്നത്തെ ഒരു വിധി. ഈ ഇത്തരം ഒരു സംഘടിതമായ നീക്കങ്ങൾ, ഈ പറഞ്ഞ മാതിരി ഹിന്ദു തീവ്രവാദ നീക്കങ്ങൾ രാജ്യത്തിന് വലിയ തോതിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുംബൈ പോലുള്ള നഗരങ്ങളിൽ ഇത്തരം ചർച്ചകൾ സജീവമാകാനുള്ള കാരണം 2 ആഴ്ച മുമ്പ് ട്രെയിൻ സ്ഫോടന കേസിലുണ്ടായ ഒരു വിധി ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. തീർച്ചയായും മക്ക മസ്ജിദ് സ്ഫോടനവും ഇത്തരത്തിൽ മലേഗാവ് സ്ഫോടനവും ഒക്കെ നേരത്തെ തന്നെ സംജോത എക്സ്പ്രസ്സിലെ സ്ഫോടനം അടക്കമുള്ളവ ദുരൂഹത നിലനിർത്തുന്ന തരത്തിലേക്ക് ഉയർന്നിരുന്നു. അപ്പോൾ ഹിന്ദുത്വ തീവ്രവാദികളുടെ രാജ്യദ്രോഹ പ്രവർത്തികളൊക്കെ തെളിവില്ലാതെ കോടതിയിൽ രക്ഷപ്പെടുന്ന കാലം, മലേഗാവിൽ ഈ മോദി കാലത്ത് മലേഗാവ് മറിയുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണോ? ഇത് മലേഗാവുമായി ബന്ധപ്പെട്ട് പുറത്തെത്തിയത് ന്യായവിധിയാണോ അന്യായ വിധിയാണോ? നാട് ചോദിക്കുകയാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ. തീർച്ചയായും
മറ്റൊരു വാർത്തയിലേക്ക്, ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയത്തിലേക്ക് കൂടി പോകുന്നു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഇടത് എംപിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ്. പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധമാണ് ഇടത് എംപിമാരുടെ നേതൃത്വത്തിൽ നടന്നത്. അവിടേക്ക് അവർ പോവുകയും ചെയ്തു, അവരെ നേരിട്ട് കാണുകയും ചെയ്തു. അതിൻ്റെയൊക്കെ വസ്തുതകൾ ഇന്നും പാർലമെൻറ്റിനെ പ്രക്ഷുബ്ധമാക്കുന്ന തരത്തിൽ ഇടത് എംപിമാർ ഉന്നയിച്ചു. അതിനെ തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇടത് എംപിമാർ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, ഇടത് എംപിമാർ ഈ വസ്തുതകളൊക്കെ അവിടെ കണ്ടത് അടക്കമുള്ള വസ്തുതകളൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് ബോധ്യമാക്കി കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്തൊക്കെയാണ് കൂടിക്കാഴ്ചയുടെ വിശേഷങ്ങൾ, വിവരങ്ങൾ, വിശദാംശങ്ങൾ? സ്വാതി, കേൾക്കാമോ? ഇടത് എംപിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അർജുൻ ഷാദി, ഛത്തീസ്ഗഡിൽ മലയാളി സന്യാസികൾ അറസ്റ്റിലായ സംഭവത്തിലാണ് ഇപ്പോൾ അവരുടെ മോചനം സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടത് എംപിമാരെല്ലാം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രിയിൽ നിന്നും ഒരു പോസിറ്റീവായ സമീപനമാണ് ഉണ്ടായത് എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ എംപിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതായത് ഇന്നോ നാളെയോ അവർക്ക് ജാമ്യം ഉറപ്പാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല NIA കോടതിയിലേക്ക് ഈ കേസ് പോകേണ്ടതില്ല എന്നുള്ള കാര്യം അമിത്ഷാ ചൂണ്ടിക്കാണിച്ചതായുള്ള സൂചനകൾ കൂടിയാണ് ലഭ്യമാകുന്നത്. ഉടൻ തന്നെ ഈ എംപിമാരുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയും ഈ ഇടത് എംപിമാർ കൂടിക്കാഴ്ച നടത്തി, അതുപോലെ തന്നെ UDFന്റെ എംപിമാർ കൂടി ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് മോചനം സാധ്യമാകണമെന്ന ആവശ്യമാണ് ഇടത് എംപിമാർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുള്ളത്. അതിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകുമെന്ന തരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണവും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും. പക്ഷേ ഈ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലൊക്കെ അവിടെ ചെന്ന് നേരിട്ട് കന്യാസ്ത്രീമാരെ BJP അവതരിപ്പിച്ചത്, കഴിഞ്ഞ ദിവസങ്ങളിൽ അവതരിപ്പിച്ചിരുന്നത് ഇതിന് സമാനമായ അമിത്ഷായുടെ പ്രതികരണത്തിന് സമാനമായ കാര്യങ്ങളായിരുന്നു. കാരണം മറ്റ് വകുപ്പുകൾ ചേർക്കില്ല, ജാമ്യം ലഭ്യമാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വേറൊരു രീതിയിലേക്ക് നയിച്ചിട്ടാണ് അവരുടെ ജാമ്യം നിഷേധിക്കുന്നത്, NIA കോടതിയിലേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതിന് സമാനമായ ഉറപ്പാണ് നൽകുന്നത്. പക്ഷേ ഇവിടെ ഇടതെംപിമാർക്ക് നൽകിയ ഉറപ്പിൽ നമുക്ക് വിശ്വസിക്കാം, NIA കോടതിയിലേക്ക് അല്ലെങ്കിൽ NIAയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ എഴുതി ചേർക്കില്ലെന്ന്. അങ്ങനെ കൃത്യമായൊരു ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുണ്ടായി അല്ലേ? ഇടതെംപിമാർ പറഞ്ഞോ അത്? അത് സംബന്ധിച്ചൊരു പ്രതികരണം ഇപ്പോൾ ഉണ്ടാകത്തേ ഉള്ളൂ. ആ പ്രതികരണം ലഭിച്ചാൽ ഉടനെ അത്തരത്തിൽ അതൊരു സ്ഥിരീകരിച്ച വാർത്ത എന്ന നിലയിൽ നമുക്ക് നൽകാൻ വേണ്ടി കഴിയും. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മാത്രമാണ് ഒരു പോസിറ്റീവായ സമീപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം എംപിമാർ ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തുകയും ചെയ്യും. ശരി, അതിലേക്ക് നമുക്ക് കാതോർക്കാം. തീർച്ചയായും സ്വാതിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകും. ഈവനിംഗ് ഡിബേറ്റിന് പോകുന്നത് സംസ്ഥാനത്ത് സ്കൂൾ അവധി വേനൽക്കാലത്ത് നിന്നും മഴക്കാലത്തേക്ക് മാറ്റിയാലോ? ഈ ആലോചന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് മുമ്പോട്ട് വെച്ചത്. അദ്ദേഹം പറയുന്നു, തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണിത്. മന്ത്രി എന്ന നിലയിൽ വിശദമായ പൊതുചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഈ വിഷയത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ എന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. എന്തായാലും ആ റിപ്പോർട്ടൊന്ന് കാണാം. സംസ്ഥാനത്ത് സ്കൂൾ അവധിക്കാലം നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഈ അവധി വേനൽക്കാലത്ത് നിന്ന് മഴക്കാലത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തുടക്കം കുറിച്ചത്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മഴയുടെ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാകുന്നുണ്ട്. പല സ്കൂളുകളും അവധി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും, എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവുമെന്ന് സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ എൻ്റെ ഒരു ആലോചനയും ചില വിദ്യാഭ്യാസ പണ്ഡിതന്മാരെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. ജൂൺ ജൂലൈ മെയ് ജൂൺ എന്ന ആശയവും ഉയർന്നു വരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം താൻ പറഞ്ഞത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും വിശദമായ പൊതുചർച്ചകൾക്ക് ശേഷം മാത്രമേ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളൂ എന്നും മന്ത്രി വ്യക്തമാക്കി. ഇതൊന്നും ഒരു ചർച്ച ചെയ്ത ശേഷം ഇത് നമുക്ക് ഗവൺമെൻറ് ആലോചിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി മാത്രമേ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ മെറിറ്റും ഡീമെറിറ്റും ഈ കാര്യത്തിലുണ്ടെന്ന കാര്യം പറയാണ്. മന്ത്രിയുടെ നിർദ്ദേശത്തിൽ ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കണം എന്ന നിലപാടാണ് അധ്യാപക സംഘടനയായ KSTA സ്വീകരിച്ചത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് മറ്റൊരു വിപ്ലവകരമായ മാറ്റത്തിനുള്ള ചർച്ചകൾക്ക് കൂടിയാണ് മന്ത്രി വി ശിവൻകുട്ടി തുടക്കം കുറിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.
തീർച്ചയായും മന്ത്രി വി ശിവൻകുട്ടി വിപ്ലവകരമായ മാറ്റങ്ങൾ പലതും കേരള ജനതയ്ക്ക്, വിദ്യാർത്ഥികൾക്ക്, വിദ്യാഭ്യാസത്തിന് അനുകൂലമായി ഉള്ള ഒരു മാറ്റമായി വരുത്താൻ ശ്രമിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ കൂടി വി ശിവൻകുട്ടി അടയാളപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഈ വിഷയത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് യഥാർത്ഥത്തിൽ പൊതുചർച്ചയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. കാരണം ചുട്ടുപഴുക്കുന്ന ആ വേനൽക്കാലം അതാണോ അവധിയാകേണ്ടത്, അതോ മഴക്കാലമാണോ? മഴ എന്നത് വലിയൊരു പ്രകൃതിയുടെ പാഠമാണ്. ആ പ്രകൃതിയുടെ പാഠം തീർച്ചയായും കുട്ടികൾക്ക് ആസ്വദിച്ച് മുന്നേറുന്നത് ശാരീരികവും മാനസികവുമായി അവരുടെ വളർച്ചയെ ഉയർത്തുന്നത് തന്നെയാണ്. നാം കവിതകളിൽ, നാം കഥകളിൽ, നമ്മുടെ സിനിമകളിലൊക്കെ കണ്ട മഴ, ആ മഴക്കാലം കുടചൂടി വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ അക്ഷരാഭ്യാസത്തിൻ്റെ വാതായനങ്ങൾക്കായി പോകുന്നത് ആണോ ഉചിതം, അതോ പഠിച്ച ശേഷമുള്ള വിശ്രമ ജീവിതം പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നതിലേക്ക് പോകുന്ന ഒരു വലിയ പാഠം, വിദ്യാഭ്യാസ പാഠം, അക്ഷരാഭ്യാസം മാത്രമല്ലല്ലോ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസ പാഠം കൂടി അവിടേക്ക് രൂപപ്പെടുത്തുന്നതിന് സഹായകമാകണമോ എന്നത് വലിയൊരു ചിന്തയാണ്, വിപ്ലവകരമായ മാറ്റമാണ്. തീർച്ചയായും മന്ത്രി വി ശിവൻകുട്ടി മുമ്പോട്ട് വെച്ച തൻ്റെ വ്യക്തിപരമായ ആഗ്രഹം അത് നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. പക്ഷേ പൊതുചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇതിൻ്റെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കൂ എന്ന് മന്ത്രി തന്നെ പറയുന്നു. എന്തായാലും വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയായ ശ്രീ ലവകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ലവകുമാർ കേൾക്കാമോ? ഹലോ. ശ്രീ ലവകുമാർ, അതായത് ഈ ചുട്ടുപഴുക്കുന്ന വേനൽക്കാലം നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർക്കൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്. മഴക്കാലം, ആ മഴക്കാലം ഒരു പാഠമായി പ്രകൃതിയുമായി ഇണങ്ങാൻ, അവർക്ക് ആസ്വദിക്കാൻ, അവർക്ക് പലതും കളിക്കാൻ, മഴയത്ത് കുളിക്കാൻ ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് അത് അവധിയെ മാറ്റുകയാണ്. നല്ലൊരു തീരുമാനമല്ലേ? തീർച്ചയായും അതൊരു നല്ലൊരു തീരുമാനമാണ്. അതെ, അത് ജിയോഗ്രഫിക്കലായിട്ട് എന്താണോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, നമ്മുടെ സംസ്ഥാനത്തുള്ളത്, അതനുസരിച്ച് പോയെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും തന്നെ ക്ലാസ് റൂമിൽ അച്ചടക്കത്തോടുകൂടിയും ഹെൽത്തിയോടുകൂടിയും ഇരിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ അല്ല, നമ്മുടേതുപോലെ അല്ല. ജൂൺ, മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ് മാസങ്ങളിലുള്ള ലീവല്ല അന്താരാഷ്ട്ര തലങ്ങളിൽ. അവിടെ ഇതുപോലെ വിട്ടുവിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ്. അതുപോലെ തന്നെ വേണം സമയോചിതമായി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കുട്ടികളുടെ തുടർ പഠനവുമായി ബന്ധപ്പെട്ട അടുത്ത മേഖലയിലോട്ട്, കോളേജ് എഡ്യൂക്കേഷനിലോട്ട് പോകുമ്പോഴത്തേക്കുള്ള ഒരുപാട് എൻട്രൻസ് പരീക്ഷകൾ വരും, അതിന്റെ റിസൾട്ട് വരും, പുതിയ അഡ്മിഷൻ വരും. അപ്പൊ അഡ്മിഷൻ സ്കൂൾ തലത്തിൽ മാത്രമല്ല കോളേജ് തലത്തിൽ ഉൾപ്പെടെയുള്ളതിനകത്ത് മാറ്റം വരുത്തണം. അങ്ങനെ വരുത്താൻ മാത്രമേ പറ്റുകയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഈ കഴിഞ്ഞ 2 മാസമായിട്ട് എന്തോരം ബുദ്ധിമുട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത്. പണ്ട് കാലങ്ങളിലാണെങ്കിൽ ജൂൺ മാസത്തിൽ മഴ പെയ്യും, കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് മാറും. പക്ഷെ ഇപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാം വളരെയധികം കഷ്ടപ്പാടിലാണ്. മാത്രമല്ല ഈ മഴയത്ത് കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ രക്ഷിതാക്കൾക്കുള്ള ഒരു ആധിയുണ്ട്. തീർച്ചയായും എല്ലാം ഈ നമ്മുടെ കെട്ടിടങ്ങളൊക്കെ തന്നെ എത്ര നല്ല കെട്ടിടങ്ങളായാൽ പോലും തന്നെ ഈ മഴയത്ത് അവിടെ എത്തുമ്പോൾ അവിടെ അതിന്റെ പാരിസ്ഥിതിക പ്രവണതകൾ അനുസരിച്ച് കെട്ടിടങ്ങൾക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് കെട്ടിടങ്ങൾക്ക് മാത്രമല്ല, വഴിയോരങ്ങളിലും സ്കൂൾ കോമ്പൗണ്ടുകളിലും ഒക്കെ ഉണ്ട്. ഇഴജന്തുക്കളും മറ്റുമൊക്കെ തീർച്ചയായും സംഘടിപ്പിക്കുന്ന സമയം കൂടിയാണ് ഇതൊക്കെ. തീർച്ചയായും ലവകുമാർ പറഞ്ഞത് വളരെ അടിവരയിടേണ്ടതാണ്. കാരണം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടി ഉൾക്കൊണ്ട് വേണം നമ്മുടെ വിദ്യാഭ്യാസത്തെ, വിദ്യാർത്ഥികളുടെ പഠന രീതിയൊക്കെ ചിട്ടപ്പെടുത്താൻ. അതിനനുസൃതമാണ് ഈ മഴക്കാലത്തെ അവധി. മാത്രമല്ല അപകടങ്ങൾ കുറഞ്ഞിരിക്കും. ഇങ്ങനെയുള്ള ഒട്ടനവധി നേട്ടം കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മുമ്പോട്ട് വെച്ച ആശയത്തെ ശ്രീ വിദ്യാഭ്യാസ വിദഗ്ധൻ കൂടിയായ ലവകുമാർ കണ്ടത്. എന്തായിരുന്നാലും ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്.